അവിടെ ഇപ്പൊ ബോക്സിങ്ങിന് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും വിളിക്കും, നൗഫറെ പോയി വിളിക്കും. അപ്പോഴത്തേക്കും പുള്ളി അറിയാതെ അങ്ങനെ നമുക്കൊരു ഇടി തന്നിട്ടുണ്ടെന്ന് പുള്ളിക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ പുള്ളി ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുക. രണ്ടമ്മമാരിലുണ്ടായ ഒരു ബ്രദർ എന്നെ പുള്ളി പറയുന്നത്, എല്ലായിടത്തും പുള്ളി അങ്ങനെ പറയുന്നത്. യെസ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദാവീദ്, അതായത് നമ്മുടെ പെപ്പയുടെ ഇടിപ്പടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഇടിക്ക് പിന്നിൽ ഒരാളുണ്ടാവണമല്ലോ, അത് കൊറിയോഗ്രാഫി ചെയ്ത ഒരാളുണ്ടാവണമല്ലോ. അത് പെപ്പയുടെ മാത്രമല്ല, എൻ്റെയർ ആയിട്ടുള്ള നമ്മുടെ ദാവീദിൻ്റെ കുറേ ഫൈറ്റ് സീൻസിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് പുള്ളി വെറും കൊറിയോഗ്രാഫർ മാത്രമല്ല, ബോക്സറാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പുള്ളിക്കാരിൽ നിന്ന് തന്നെ അറിയാം. സോ നൗഫർ ഖാൻ, വെൽക്കം ടു ആൻഡ് അപ്പൻ ടോക്കീസ്. എന്ത് പറയുന്നു? സുഖം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് മാത്രമല്ല നൗഫർ എന്ന് എനിക്കറിയാം. എന്താണ് മൊത്തത്തിൽ നൗഫർ? ബോക്സറാണ്, അതുപോലെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാൻ 2007 ബോക്സ് തുടങ്ങിയ ഒരാളാണ്. 2007 ഞാൻ സബ് ജൂനിയർ സീനിയർ നാഷണൽസ് എല്ലാം കളിച്ചിട്ടുണ്ട്. സായിലായിരുന്നു ബോക്സിങ് തുടങ്ങിയത്, കൊല്ലം സായിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജേണി ആയിരുന്നു. അപ്പം എനിക്ക് പിന്നീട് ഒരു കോളേജിൽ നിന്ന് 2015 ഇറങ്ങിയതാണ്. അപ്പോൾ 3 വർഷം യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ക്വാർട്ടർ ഫൈനലൊക്കെ കയറിയായിരുന്നു ഞാൻ. ആ വർഷമൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കാര്യം കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കൊണ്ട് എനിക്ക് ബോക്സിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ജോബൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ജിമ്മിലാണ്. അത് അസിസ്റ്റന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് ഉണ്ട് നമ്മളെ കൊല്ലം സൈഡിൽ. അപ്പം അതിനുള്ളിൽ ഒരു ജിം ഉണ്ടായിരുന്നു. നമ്മളൊരു ഫ്രണ്ട്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ ഒരു ബോക്സിംഗ് കോച്ചായിട്ടാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ബോക്സിങ്ങിന്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഹരിയാനയിൽ പോയി. NISന്റെ സർട്ടിഫൈഡ് കോഴ്സ് ഹരിയാനയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്നൊരു അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കോച്ചിങ്ങിന്റെ ജേണി തുടങ്ങി. ഇപ്പൊ ഞാൻ കറന്റ് കേരള സ്റ്റേറ്റ് ടീമിന്റെ സീനിയർ ടീമിന്റെ കോച്ചായിരുന്നു ലാസ്റ്റ് 2024. ചില്ലറക്കാരനല്ല, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി കോച്ചായിരുന്നു ഈ കറന്റ് ലാസ്റ്റ്. കില്ലാടിയാണ്. അതിനിടയ്ക്ക് ഞാൻ ഇതില് എസ്പെഷ്യലി ഇപ്പൊ നമുക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ യെസ് അറിയാം, ഒരു ഫൈറ്റും സംഭവങ്ങളാണ്, ഒരു കോമ്പാക്ട് സ്പോർട്ട് പോലെയുള്ള ഒരു സാധനമാണ്, 1000-ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു സ്പോർട്സ് ഒക്കെയാണ്. ബേസിക്കലി ബോക്സിംഗ് എന്താണ്? ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻ വേണ്ട ഒരു ഗെയിമാണ്. അങ്ങനെയാണല്ലേ? പക്ഷെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു, ഇടിക്കാനുള്ള ഒരു സാധനമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പോർട്സ് ഗെയിമുകൾ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഡിസിപ്ലിൻ വേണ്ട ഗെയിമുകളിൽ പെടുന്നൊരു ഗെയിം തന്നെയാണ് ബോക്സിംഗ്. അത് ഈ ചില സമയത്ത് നമുക്ക് സിനിമകൾ കാണുമ്പോഴാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഈ ബോക്സിങ്ങിൽ ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ RDXലാണെങ്കിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഇടിക്കാൻ വേണ്ടി ഒരാളെ നോക്കിയിട്ട് പോയിട്ട് ഈ പറയുന്ന പോലെ ഈ കരാട്ടയുടെ അല്ലെങ്കിൽ ബോക്സിങ്ങിന്റെ ആൾക്കാരിലേക്കൊക്കെ പോകുന്നത്, അങ്ങനെ കൺസെപ്റ്റ് മൊത്തത്തിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇടിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള പോലെ. എൻ്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാൻ വരുന്ന പുതിയതായിട്ട് കുറച്ച് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചില പിള്ളേർ ആദ്യം പറയുന്നത് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇടിച്ചു, അപ്പൊ എനിക്ക് തിരിച്ചിടിക്കണം, അതിനുവേണ്ടി ഈ ബോക്സിംഗ് പഠിക്കണം എന്ന് പറയും. അപ്പൊ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അതിനുവേണ്ടി അല്ല ബോക്സിംഗ് പഠിക്കുന്നത്. ബോക്സിംഗ് പഠിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹാൻഡ് പവർ കിട്ടും. നമുക്കിപ്പം ബേസിക്കലി ഒരു സാധാരണ ഒരാൾ ഇടിക്കുന്നേക്കാൾ നല്ല അത്യാവശ്യം നല്ല ഹാൻഡ് പവർ ആയിരിക്കും പഠിച്ച ഒരാൾ ഇടിക്കുന്നത്. അത് ഒരു കാര്യം കൺഫേം ഉണ്ട്. അപ്പൊ അതാണ് ഒരു ബോക്സർ എന്നുള്ളതിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ആരും ഇടിച്ചു തോൽപ്പിക്കാനുള്ള സംഭവം ഒന്നും അല്ല അല്ലേ? യെസ്. അപ്പൊ എങ്ങനെയാണ് ദാവീദിലേക്ക് എത്തുന്നത്? ദാവീദിലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അതിനൊരു ഒരു നഷ്ടത്തിന്റെ കഥയും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലും എന്നാലും പറഞ്ഞു ആ ഒരു സ്റ്റോറി ഞാൻ കേൾക്കട്ടെ. എനിക്ക് കുഞ്ഞുനാൾ മുതലേ സിനിമയിൽ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. അപ്പം എന്റെ ഫാമിലിയിൽ തന്നെ ഇപ്പം കറന്റ്ലി ഒരു ആക്ടർ ഉണ്ട്. എന്റെ വാപ്പയുടെ ചേട്ടന്റെ മകനാണ് നമ്മുടെ ആവേശത്തിലെ ശാന്തന്റെ ക്യാരക്ടർ ചെയ്ത റോഷൻ. എന്റെ സ്വന്തം വാപ്പയുടെ ചേട്ടന്റെ മകനാണ്, കസിനാണ്. അപ്പം എനിക്ക് ഞങ്ങളെ കുഞ്ഞുനാളെ ഒരുമിച്ച് റീലൊക്കെ ചെയ്യാൻ എല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമ്മുടെ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് ഇതിൽ എങ്ങനെ എത്തിപ്പെടണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റയിൽ എനിക്കൊരു മെസ്സേജ് വന്നത്. നമ്മളെ ഖാലിദ് റഹ്മാന്റെ ഒരു ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു അസിസ്റ്റന്റ് എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പം പുള്ളി ഇങ്ങനെ വിളി വരുന്ന അതിനാ വരുന്നത്. അപ്പം താല്പര്യമുണ്ടോ, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം ഉണ്ടോന്ന് പറഞ്ഞു. അപ്പൊ നേരിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് സീനൊക്കെ പറഞ്ഞു. ഗണപതിയായിട്ട് ഉള്ള ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം നല്ല ഹാപ്പി ആയിരുന്നു ആദ്യമായിട്ട് ഒരു സിനിമയിലൊക്കെ കിട്ടി. ഇതിന്റെ ഇടയിൽ ഒരു എങ്ങനെയുണ്ട് ആ പടം? മൊത്തത്തിൽ എന്താണെന്നൊന്നും പറയണ്ട, പക്ഷെ എന്നാലും എങ്ങനെയായിരിക്കും പടം? അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി ബാക്കി കണ്ടിന്യൂ. അപ്പം
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പം ഈ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ലുക്കുമാൻ മൊത്തം ടീമായിട്ടുണ്ട് എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ അവിടെ ട്രെയിനിങ് കൊച്ചിയിൽ കാക്കനാട് ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ജോഫിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാ ഇവരെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിലെങ്ങനെ കൊറിയോഗ്രാഫർ ആയിരുന്നോ അതോ ആക്ടിംഗ്? അല്ല, ആക്ട് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചത്. ഓക്കെ. അപ്പം ഞങ്ങള് ഞാനും ഗണപതി നമ്മളുടെ ഫൈറ്റ് സീൻ ഞങ്ങൾ ഇങ്ങനെ അവര് കുറെ വെച്ച് ഗണപതിക്കെതിരെയുള്ള ഒരു ഫൈറ്റ് പോലെയാണോ? ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള സീൻ ട്രയൽ ചെയ്ത് നോക്കുമല്ലോ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഗവൺമെന്റിൽ പഞ്ച് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട് ബോക്സിങ്ങിന്റെ. അത് നമ്മളെ കേരളത്തിൽ 5 ജില്ലയിലാണ് ഉള്ളത്. അപ്പം അതിനകത്ത് കൊല്ലം ജില്ലയുടെ കോച്ചായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാത്തന്നൂർ സ്കൂൾ അതിന്റെ സെന്റർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സിനിമയിൽ ഈ കോൾ വരുന്നത്. അപ്പൊ എനിക്ക് ലീവ് ഒരു ഭയങ്കര പ്രശ്നമുള്ള സംഭവമായിരുന്നു. അപ്പൊ ഇവര് ആഴ്ച 2 ദിവസമൊക്കെ വിളിക്കും, 3 ദിവസം വിളിക്കും, ഇങ്ങനെ പൊക്കോണമായിരുന്നു. അപ്പൊ എനിക്ക് ലീവ് ഒരു പ്രശ്നമായിരുന്നു. എനിക്ക് പോയി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരു ആഗ്രഹം കൊണ്ട്, സിനിമയിലുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് പോവായിരുന്നു. ഇവിടുന്ന് രാവിലെ കയറി അവിടെ വെച്ചിരുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു കയറും. അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഇതണക്ക് ലീവ് ഒരു പ്രശ്നമായിരുന്നു ഇത് ഉള്ളത് കൊണ്ട്. കാര്യം ഗവൺമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലീവ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ലീവ് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, സോറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. കുറെ സംസാരിച്ചു. എന്നിട്ടും അവര് എനിക്ക് വേറെ ഒരാളെ തപ്പി പിടിക്കാൻ അവർക്ക് ഒരുപാട് പാട്. കാര്യം വെച്ചാൽ എന്നെ ഒരുപാടൊക്കെ അവരെല്ലാം ചെക്ക് ചെയ്തെല്ലാം നോക്കിയിട്ടാണ് എന്നെ എടുക്കുന്നത്. അപ്പൊ എന്നെ പോലെ ഒരാൾ അവർ കണ്ടുപിടിക്കാൻ ആദ്യം കുറെ ബുദ്ധിമുട്ടി. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു കണക്ക് അതാളായി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ലെറ്റർ വന്നു. ഈ നമ്മളെ ഹെഡിൽ നിന്ന് ലെറ്റർ വന്നു, ഈ പ്രൊജക്ട് കുറച്ച് നാളത്തേക്ക് താൽക്കാലികമായിട്ട് നിർത്തി വെക്കുവാണ്. അയ്യോ, അതൊരു വല്ലാത്തൊരു അടിപോലെയല്ലേ. എങ്ങനെ ഫേസ് ചെയ്തത്? നമ്മള് ഇത് വേണോന്ന് പറഞ്ഞ് നമ്മൾ അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്ത് അപ്പതേ ഇരിക്കുന്ന ഇതും പോയെന്നല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഇവര് പെട്ടെന്ന് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ലെറ്റർ വന്നു, നമ്മളെ ഹെഡിൽ നിന്ന് ലെറ്റർ വന്നു, ഇതണക്ക് തൽക്കാലത്തേക്ക് ഈ പ്രൊജക്ട് നിർത്തിവെക്കുകയാണ്. എന്റെ കുറച്ച് ഈ പ്രൊജക്ട് കൗൺസിലോട്ട് കൈമാറാൻ പോകുന്നുള്ള എന്തൊരു അതിന്റെ വർക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പം നിർത്തി വെച്ചിരിക്കുക. അപ്പം എങ്ങനെ ഫേസ് ചെയ്തത്? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇവരെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, വേറെ ആളായെന്ന് പറയുകയും ചെയ്തു. അപ്പൊ രണ്ടാമത് ഇനി അവരെ ചോദിക്കാനും പറ്റില്ല, ഒട്ടും ഇതുള്ള കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോ 2 ദിവസം അതൊരു സീൻ തന്നെയാണല്ലേ. വിഷമം എനിക്ക് മനസ്സിലാവും. കിട്ടിയ ചാൻസ് സിനിമയില് എങ്ങനെയും ആഗ്രഹിച്ച ഒരാൾക്ക് ഇങ്ങോട്ടൊരു അവസരം വന്ന് കിട്ടുകയും ചെയ്തു. അത് പിന്നെ അവസാനം വേറൊരു സാധനത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ട് ദേ ഇരിക്കണു, അതും കയ്യിൽ പോയി എന്നുള്ള പോലെ അല്ലേ. അയ്യോ, എങ്ങനെ സർവൈവ് ചെയ്തത്? വീട്ടിലൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു നല്ല വിഷമം വന്ന്. കുഴപ്പമില്ല. എന്ന് വെച്ചാല് അത് വേറൊരു ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിംഗ് സിനിമയായി. അപ്പൊ ഒരു ബോക്സറായിട്ട് എനിക്ക് ഒരു ബോക്സിംഗ് സിനിമയെ തന്നെ ആദ്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നല്ലൊരു റോള്. അപ്പം നല്ലൊരു റോളുമാണ്. ഓക്കെ, കൊള്ളാന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയത്. പക്ഷെ അങ്ങനെ ഇരുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പം നമ്മളെ കൊല്ലത്തുള്ള നമ്മളൊരു ജൂനിയർ പയ്യനുണ്ട് ബോക്സിംഗ് ഉള്ള, ഗജൽ എന്ന് പറയുന്നത്. പുള്ളി കരുനാഗപ്പള്ളിക്കാരനാ. അപ്പൊ പുള്ളിയെ ഗോവിന്ദന്റെ ഒരു AD ശ്രീരാജ് എന്ന് പറഞ്ഞ AD, ദാവീദിന്റെ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു, ചേട്ടന്റെ ഒരു കൂടത്തുള്ള ഒരു AD ഉണ്ട്, ഡയറക്ടർ ശ്രീരാജ് എന്ന് പറഞ്ഞ പുള്ളി കരുനാഗപ്പള്ളിക്കാരനാ. അവരെല്ലാം കരുനാഗപ്പള്ളിക്കാരാണ്, കൊല്ലംകാരാണ് സിനിമയിൽ കൂടുതൽ. അപ്പൊ ഡയറക്ടർ ഡയറക്ടർ ഒരു 3-4 പേര് കൊല്ലംകാരാ. കൊല്ലം ബെൽറ്റിന്റെ ആണല്ലേ ആ പടം. അപ്പം അങ്ങനെ ഇരിക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ ഈ ഗജലിനെയാണ് അത് കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങൾ ബോക്സർമാരെ കുറച്ച് പേരെ കുറച്ച് ബോക്സിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാനും സംസാരിക്കാനൊക്കെ വേണ്ടിയാ അന്ന് കോണ്ടാക്ട് കാണാൻ പറ്റുമോ എന്നുള്ള രീതി വെച്ചുകൊണ്ട് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് ഒരു ഡേറ്റ് പറഞ്ഞു. അങ്ങനെ ആ ഡേറ്റിൽ ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ ഓൾറെഡി അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സീനിയർ ചേട്ടനുണ്ട്, അപ്പൊ പുള്ളിയായിട്ട് വരാം, പുള്ളിയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും ഈ ഗജലിൽ ഞങ്ങൾ 2-3 പേര് അങ്ങനെ ഫ്ലാറ്റിൽ കാക്കനാട് ഇവിടെ തൃപ്പൂണിത്തുറ ഫ്ലാറ്റിൽ പോയി. പോയ സമയത്ത് അങ്ങനെ അവിടെ ചെന്ന് ഗോവിന്ദനെ അതിൽ പരിചയപ്പെടുന്നു. അങ്ങനെ ബോക്സിങ്ങിന്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ബോക്സിംഗ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈല് പറഞ്ഞു, ഞാൻ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഗോവിന്ദേട്ടന് ഒരു സന്തോഷമായി. ഒരു ബോക്സിനെ കുറിച്ച് കൂടുതലും കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരാളെ കിട്ടിയതില്ല. അങ്ങനെ എന്നോട് ഒരുപാട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഇതിനകത്തൊരു വേഷം ഉണ്ട്, ഒന്നും നമുക്ക് അറിയില്ല, ഇങ്ങനെ സംസാരിക്കാൻ വിളിച്ചതാണ്.
അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കൂടെ വന്ന ഗജൽ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞു നിനക്ക് നൗഫർക്കാക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും പേശുന്നതിലും കുഴപ്പമില്ല, നൗഫർക്കാക്ക് ഒരു അഭിനയം കൊടുക്കുക, അവനേക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഉറപ്പായിട്ടും കൊടുക്കാം, അതിനെന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഗോവിന്ദന് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് പടത്തിന്റെ ബേസിലാണ് ഗോവിന്ദേട്ടനെ, ഇതിന്റെ റൈറ്റർ എല്ലാരും അവിടെ വെച്ചാൽ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ആളുകളെല്ലാം ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത്. അപ്പം സംസാരിച്ചു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഒരു വേഷം തരാന്ന് പറഞ്ഞു. എന്റെ ഫോട്ടോ എന്റെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഉണ്ട്, അപ്പം ആ ഒരു ഫ്രെയിം ആക്കി വെച്ചാൽ നന്നായിരിക്കും ഷൂട്ട് സമയത്ത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ തന്നെ അവരോട് ആ ബോർഡിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ സിനിമയിൽ എനിക്ക് കിട്ടി എന്ന ആശ്വാസമായി. അപ്പം ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ പോയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഗോവിന്ദനെ കോൺടാക്ട് ചെയ്തു. സൈഡ് പറഞ്ഞ ഓഫർ ഒന്ന് അങ്ങോട്ട് വരണം, ഒരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിപ്പിച്ചു. എനിക്കറിയില്ല എന്താണ് ഞാൻ വേഷത്തിന്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരു വട്ടം അവര് ഒന്ന് ഓഡിഷൻ പോലെ ചെയ്ത് നോക്കും, ഡയലോഗ് ഡെലിവറി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനാണ് എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് അവിടെ ചെന്നിരുന്നപ്പോ എന്നെ ഗോവിന്ദേട്ടൻ വിളിപ്പിച്ചു പറഞ്ഞു സ്ക്രിപ്റ്റ് അവരെ തരും, അതൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരുപാട് എഴുതിയൊക്കെ ചെയ്യും. ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ഇഷ്ടം പോലെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് എഴുതാറുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് എന്റെ കൈ കിട്ടുന്നത്. അപ്പം ഞാൻ എഴുതി ആവിയത് സ്ക്രിപ്റ്റ് ഇങ്ങനെ കൈ തന്നു. അപ്പം ഞാൻ ആ ഒരു അസോസിയേറ്റ് പയ്യനുണ്ടായിരുന്നു, സുധീഷ് എന്ന് പറഞ്ഞ. പുള്ളി എടുത്ത് പറഞ്ഞു എനിക്ക് ഇതൊന്ന് വായിച്ചു തരാമോ എന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല, ഒരു ഐഡിയ കിട്ടണ്ടേ. പുള്ളി എനിക്ക് ഇത് വായിച്ചു തന്നു. വായിച്ചതിന് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വായിച്ചു ഫുൾ സ്ക്രിപ്റ്റ് രണ്ടാമത് വായിച്ചു തന്നു. അങ്ങനെ ഗോവിന്ദേട്ടൻ റൂമിൽ ചെന്ന് ഞാൻ എന്താന്ന് ചോദിച്ചു, വായിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് എത്ര ബോക്സിംഗ് ഫൈറ്റ് സീൻ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു 9ഓളം ഉണ്ടെന്ന് തോന്നുന്നു, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 9ഓളം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒന്ന് കൊറിയ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ചെയ്യാം, ചെയ്തില്ലേ പറഞ്ഞ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, പുള്ളി PC സ്റ്റൺസ് പ്രഭു എന്ന് പറഞ്ഞ നമ്മളെ ഫൈറ്റ് മാസ്റ്റർ. പുള്ളി നല്ല അടിപൊളി ഫൈറ്റ് മാസ്റ്ററാണ്. അപ്പം പുള്ളിയാണ് ഇതിന്റെ ഹെഡ്. ഓക്കെ, അപ്പം പുള്ളിക്ക് നമ്മള് ബോക്സിംഗ് സാധനം പുള്ളിക്ക് നമ്മളൊന്ന് മേക്ക് ചെയ്ത് കൊടുക്കണം. ഒരു അപ്പൊ ഇതാണ് ബോക്സിങ്ങിന്റെ നമ്മള് പഞ്ചസ് കാര്യങ്ങള്, നമ്മളെ മൂവ്മെന്റ് കാര്യങ്ങൾ, ഇതെല്ലാം മേക്ക് ചെയ്ത് കൊടുത്താലേ പുള്ളിക്ക് അതനുസരിച്ച് ക്യാമറ ഒക്കെ വെച്ച് പുള്ളിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ബോക്സർ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ബോക്സർ ആയിട്ടുള്ള ഒരാള് ഇതിന്റെ കുറച്ച് സജഷൻസ് കാര്യങ്ങൾ അപ്പം കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടിയാണ് എന്നെ വിളിപ്പിച്ചത്. അപ്പം ഗോവിന്ദനോട് ഞാൻ ചോദിക്കുകയും ചെയ്തത് അപ്പൊ എന്റെ ജോലി എന്താ, ഞാൻ അപ്പം ചോദിച്ചു. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു നീ ബോക്സിംഗ് കൊറിയോഗ്രാഫി കൺസൾട്ട്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷം. അങ്ങനെ ഈ സത്യമാനായ ആന്റി ചേട്ടൻ ബോക്സിംഗ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇതിന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഇതിന്റെ പരിപാടി തുടങ്ങിയായിരുന്നു. എങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഒരു ഇമോഷണൽ. സത്യം പറഞ്ഞാൽ ബോക്സിംഗ് ഫൈറ്റ് നമ്മൾ ഈ സിനിമയിൽ ഇമോഷണൽ ആയിട്ട് വർക്ക് ആണല്ലോ. അപ്പം അതിനു വേണ്ടി നമ്മൾ ഇതിന്റെ പരിപാടികൾ മുമ്പേ തുടങ്ങി കഴിഞ്ഞായിരുന്നു. ഓരോ സീനുകളും ഓരോ റൗണ്ടുകളും എങ്ങനെ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്ത് നോക്കിയത് വില്ലന്റെ ഫൈറ്റ് ആയിരുന്നു. വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഫൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെ ആവണമെന്നായിരുന്നു നമ്മള് വിചാരിച്ചിരുന്നത്. അപ്പം വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആദ്യം കാണിക്കുമ്പോഴേ ആളുടെ മനസ്സിലൊരു ഹാർഡ്നെസ് വരണം. പുള്ളി ഇവൻ ആൾ അടിപൊളിയാണ്, വില്ലനാണെന്നുള്ള ഫീല് വരണം. ഇത് വരാൻ വേണ്ടി ഫ്രെയിമിൽ കണ്ടാൽ തന്നെ നമുക്ക് അല്ലാതെ കാണുമ്പോ തന്നെ ഉണ്ട് കേട്ടോ. പുള്ളിയെ ഓൾറെഡി ഒരു വട്ടം വീഡിയോ കോൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. പുള്ളി എങ്ങനെയാണെന്ന് വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോൾ തന്നെ പുള്ളിയുടെ ഫ്രെയിം എനിക്ക് മനസ്സിലായി. പുള്ളി ഇങ്ങനെ പഞ്ച് ബാഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നായിരുന്നു. പുള്ളിയുടെ പ്രൊഫഷണൽ ബോക്സർ ആണോ? പുള്ളി MMA ഒക്കെ ചെയ്യുന്ന ഫൈറ്ററാ. പുള്ളി ആക്ച്വലി നല്ലൊരു ഫൈറ്ററാ. പുള്ളി ഒരു ഹാർഡ് ഹിറ്ററാ. പുള്ളി എന്ന് വെച്ചാൽ ഈ ഹാർഡ് ഹിറ്റേഴ്സ് ബോക്സിംഗിന് രണ്ട് ടൈപ്പ് ആളുണ്ട്. അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഹാർഡ് ഹിറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ മൈക്ക് ടൈസൺ ഒക്കെ ഭയങ്കര ഹാർഡ് ഹിറ്റേഴ്സ്. ഇടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടിച്ച് ഒരു ടൈപ്പാണ് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്. അപ്പൊ ഞാൻ ഓൾറെഡി ഒന്നുകൊണ്ട് പറഞ്ഞു പുള്ളി ഒരു ഹാർഡ് ഹിറ്ററാ. അപ്പൊ നമുക്ക് ആ പുള്ളിക്ക് ആ ഒരു പാറ്റേൺ പിടിക്കാം. അപ്പം മാസ്റ്ററും പറഞ്ഞു അത് ഓക്കെയാ, മാസ്റ്ററിനും അത് അടിപൊളിയാ, അങ്ങനെ തന്നെ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പാറ്റേണിലേക്ക് പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മള് സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അതിന് വേണ്ടി നമ്മള് സത്യം പറഞ്ഞ ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ സജഷൻസ് ഒക്കെ നോക്കി. അതിനകത്ത് ഇമോഷണൽ സാധനങ്ങൾ നമ്മൾ ആ സിനിമകളിൽ നോക്കി. ബോക്സിങ്ങിന്റെ സാധനങ്ങൾ നമ്മളെല്ലാം സ്വന്തമായിട്ട് തന്നെ ഒരു ബോക്സിങ്, ഞാൻ ഒരു ബോക്സർ ആയതുകൊണ്ട് ഞാൻ റിംഗിൽ കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക്
അതിനൊരു ഐഡിയ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ മേക്ക് ചെയ്ത് പോയത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മള് ഇതിന്റെ സാധനം പരിപാടി തുടങ്ങി. അപ്പൊ ഇത് ചെയ്തു ചെയ്തു നോക്കാൻ വേണ്ടി ഒരാള് വേണമല്ലോ. അപ്പൊ ഇടിച്ച് ഇത് പഠിക്കാൻ എന്തായാലും പെപ്പെ ചേട്ടൻ ബോക്സിംഗ് പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അത് നമുക്ക് ചിലപ്പം ചെയ്യാനും പറ്റത്തില്ല. വില്ലൻ നാട്ടില് ഷൂട്ട് സമയത്ത് എത്തത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഷൂട്ടിന്റെ സമയത്ത് മാത്രമായിട്ടാണ് പുള്ളി എത്തത്തുള്ളൂ. പുള്ളിക്ക് ബോക്സിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സാധനം 2 ദിവസം മുമ്പ് കൊടുത്താൽ പുള്ളി ഇത് കണ്ട് മനസ്സിലാക്കി. പുള്ളി ഭയങ്കര ആക്റ്റീവ്. എനിക്ക് ഞാൻ ആ ലൊക്കേഷൻ ഞാൻ ഈ പ്രൊമോഷനിൽ പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളി ഫുൾ പവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ, അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിക്കുന്ന പോലല്ലോ, അത്ര ആക്റ്റീവാ പുള്ളി. നമ്മള് എന്ത് പറഞ്ഞാലും ഓക്കെ. പുള്ളിക്ക് രാവിലെ ട്രെയിനിങ് മസ്റ്റ് ആണ്. ഫുഡൊക്കെ കറക്റ്റ് ഡയറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം പുള്ളിക്ക് പുള്ളിയുടെ കാര്യങ്ങൾ. അപ്പൊ പുള്ളി ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ കൂട്ടാവുന്നതും ആ ഒരു ഫിറ്റ്നസ് പരമായിട്ട് പുള്ളിക്ക് എന്റെ സംസാരിച്ചപ്പോഴേ ഞാൻ നല്ലൊരു ബോക്സിംഗ് ചെയ്യുന്ന ആളാ, ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാന്നൊക്കെ മനസ്സിലായപ്പോ അങ്ങനെ ഒരു പാറ്റേണുള്ള ഞാനും പുള്ളിയുടെ നല്ല കൂട്ടാവും. ചെയ്ത് നോക്കിയാണോ നിങ്ങൾ തമ്മിൽ? ഇല്ല, ചെറുതായിട്ട്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്. സംഭവിച്ചാല് നമ്മൾ ഈ ബ്രേക്ക് സമയം ഉണ്ടല്ലോ, ബ്രേക്ക് സമയത്ത് നമ്മളിങ്ങനെ റിങ്ങിനകത്ത് നിന്നിട്ട് ഞാനിങ്ങനെ, എനിക്കാണെങ്കിൽ ഗ്ലൗസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ബ്രേക്ക് സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കും, ചുമ്മാ പഞ്ച് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഞാൻ അറിയാതെ പുള്ളി ഇങ്ങനെ ബാക്കിൽ നിന്ന് കയറി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഭയങ്കര കമ്പനിയാ. പുള്ളി ലൊക്കേഷന് വന്നാണെങ്കിൽ പുള്ളി വന്നെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. പുള്ളി ലൊക്കേഷന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റപ്പാ. അപ്പം ഈ സംഭവം അങ്ങനെ പഞ്ചസ് ചെയ്തു നോക്കണമല്ലോ, ചെയ്തു നോക്കാൻ ആളെ വേണം. അങ്ങനെ ഞാൻ എന്റെ 2 സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പാ, ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1.5 മാസം മുമ്പുള്ള കാര്യം പറയുന്നത്. 2 പിള്ളേരെ കൊണ്ടുവന്നു. ഞങ്ങള് അവിടെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്ത് നോക്കി. മോക്ക് പോലെ എടുത്തു നോക്കി അല്ലേ? അപ്പൊ ഇത് മോക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു 5-6 വട്ടം ട്രയൽ ചെയ്ത് നോക്കിയത്. പഞ്ചസ് കാര്യങ്ങളും റൗണ്ട് തുടങ്ങുന്നു, ഇതെല്ലാം ഈ ആളുകൾ വരെ നമ്മൾ അവിടെ ആളുകൾ നിൽക്കുന്നു, അതിനിടയ്ക്കൂടെ ക്യാമറ വരുന്ന രീതിയിലൊക്കെ നമ്മൾ അസിസ്റ്റന്റ്സിനൊക്കെ വെച്ച് അങ്ങനെ അടിപൊളിയായിട്ട് എങ്ങനെ വരും അതുപോലെ തന്നെ ചെയ്ത് നോക്കുന്നതെല്ലാം. ഞാൻ ഈ അതിന്റെ ഇടയിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ബോക്സിങ്ങിലുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സിനിമയിലെ വിസിബിൾ ആവുന്ന പോലെ ഒന്നും ആവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ചിലപ്പോൾ ഈ പറയുന്ന പഞ്ചിന്റെ സീൻസൊക്കെ നമുക്ക് ഈ ചില ഷോസിൽ തന്നെ അത് സ്ലോ ആയിട്ട് കാണിക്കുമ്പോഴാണ് ഇതാണ് അവിടെ നടന്നതല്ലേ എന്ന് തോന്നുന്നത്. പക്ഷെ സിനിമയിൽ വരുമ്പോൾ നേരെ വ്യത്യാസമാണ്. സിനിമയിലെല്ലാം കുറച്ചും കൂടെ സ്ലോ ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നല്ല പണിയുള്ള പരിപാടിയാണ്. എസ്പെഷ്യലി ഇപ്പൊ ഈ ചില പഞ്ചുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പഞ്ചുകൾ പോകുന്ന സാധനം അത് ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ പോകുന്ന സാധനമായിരിക്കാം. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മൊത്തം സ്ക്രീനിൽ എങ്ങനെ വരുമെന്ന് നോക്കി അങ്ങനെയാണോ ചെയ്യുന്നത്? അതെ എന്നുവെച്ചാൽ ഓരോ പഞ്ച് കിട്ടുമ്പോൾ എഫക്റ്റും കാര്യങ്ങളും ക്യാമറ കറക്റ്റായിട്ട് എവിടെ വെച്ചാൽ ആ പഞ്ചിന്റെ ആ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടുമോ, ഇതെല്ലാം ഒരു മുമ്പേ ചെക്ക് ചെയ്ത് ഫൈറ്റ് മാസ്റ്ററും ഇത് നേരത്തെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇത് മോക്ഷിന്റെ സമയത്തും ഫൈറ്റ് മാസ്റ്ററും ഉണ്ട് മുമ്പേ ഒന്ന്. ഇത് ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വെച്ചാല് ഇപ്പൊ ഒരു വലിയൊരു സിനിമ വരുന്നപ്പോ അതിന്റെ ഒരു എനിക്കറിയാവുന്ന ഒരു സാധനം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെ ഇത് പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ 2 പിള്ളേരെ കൊണ്ടുവന്നു. അങ്ങനെ ഇവരെ വെച്ചാണ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വില്ലന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുക, അപ്പൊ ഓപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് എന്റെ സ്റ്റുഡന്റിനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് പഞ്ചുകളപ്പോൾ ഞാൻ എന്തിനാ ഇവന്മാരെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാല് ഇവന്മാർക്കാകുമ്പോൾ ബോക്സിങ് ഇറങ്ങി കളിക്കുന്ന പിള്ളേരാണ്. അപ്പൊ അവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അവർ ഡെയിലി ആഴ്ച ഒരു ദിവസം സ്പാറിങ് ചെയ്യുന്ന ആളുകളാണ്. തമ്മിൽ അങ്ങോട്ടും കൂടി ഇടിച്ച് സ്പാറിങ് ചെയ്ത് അത് സ്പാറിങ് എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ഹെഡ് ഗിയർ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഹാർഡായിട്ട് തന്നെ ചെയ്യുന്നു. റിങ്ങിൽ നമ്മൾ എങ്ങനെ കളിക്കുന്നു അതുപോലെ നമ്മൾ സ്പാറിങ് എന്ന് പറഞ്ഞ സാധനം ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവരെ കൊണ്ടുവന്ന് നമ്മൾ ഇടിച്ചു നോക്കുക ചെയ്ത. അങ്ങനെ ചെയ്ത സമയത്ത് പിന്നെ അവസാനം ഒരു ഇത് ചെയ്ത് ഇമോഷൻസ് എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് നോക്കാൻ വേണ്ടി ഇടി കൊള്ളുന്നതും ഓരോ റൗണ്ട് കഴിയുമ്പോഴും. അപ്പൊ മറ്റേ ഇതില് പറയുന്ന പോലെ ദാവീദിന്റെ ഓരോ സ്ക്രീനിലും നിങ്ങൾ കാണുന്ന പഞ്ചിനും ശരിക്കും ഇടി കൊണ്ട കുറെ പേരുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം ചെയ്ത് നോക്കാൻ ഒരു പഞ്ച് കൊള്ളണം. അപ്പം ആ പഞ്ച് കൊണ്ട് തറയിൽ വീഴുന്നൊരു സീനാ. അപ്പൊ ഇത് തറയിൽ ഇത് ഇടി കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇടി കൊള്ളുന്ന കണക്ക് ഫീല് കിട്ടാൻ വേണം. അപ്പൊ കൂടെ നിൽക്കുന്ന അവൻ അഭിനയിക്കാറുണ്ട്. അവൻ ബോക്സറാ. അവൻ ഞാൻ ഇടിക്കുമ്പോ നമുക്കൊരു ഇടിയുണ്ട് എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് കൊണ്ടുവന്നതാ. അപ്പൊ ഇടി എന്ന് പറഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാ.
അപ്പൊ ആ സമയത്ത് അങ്ങനെ പഞ്ച് ചെയ്ത് നോക്കും. അപ്പൊ ഇവന് ഒരു വിധത്തില് ഫീൽ ഇടുന്നില്ല. ഞാൻ ഇടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാ 5-6 വട്ടം ഇത്ര ഇടി കൊള്ളട്ടെ നീ കിടന്ന്, നീ ഒന്ന് വരുന്നില്ല. അവസാനം എനിക്കൊരു ഐഡിയ തോന്നി ഇത് നടക്കത്തില്ല. അപ്പൊ ഞാന് ഷാരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ സിനിമാറ്റോഗ്രാഫർ ഷാരുഖ് തോമസ്, അപ്പൊ പുള്ളി അടുത്ത് പറഞ്ഞ് ചേട്ടാ ക്യാമറ റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു. പിന്നെ ഗോവിന്ദേട്ടത്തിന് ആക്ഷൻ പറയാൻ പറഞ്ഞു. ഗോവിന്ദേട്ടൻ ആക്ഷൻ പറഞ്ഞു. ഞാൻ ചെന്ന് ഒരു ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇടിച്ചു, ഒറിജിനലായിട്ടും ഇടിച്ചു. ഇടിച്ചപ്പോ നമ്മള് നോർമലി സ്പാറിംഗ് ചെയ്യുമ്പോ എങ്ങനെ ഇടിക്കുന്നു അതുപോലെ ഇടിച്ചു. അവൻ യഥാർത്ഥത്തിൽ വീഴുന്ന പോലെ വീണു. ഗോവിന്ദേട്ടൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അവന് തട്ടി എണീപ്പിക്കാൻ പറഞ്ഞു, അവൻ ഒറിജിനലായിട്ട് വീണെന്ന് പറഞ്ഞു. അല്ല ശരിക്കും അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയും കൂടെ അല്ലേ? ഞാൻ സിനിമയിൽ വരുമ്പോഴാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒറിജിനൽ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസിന് മുമ്പാണെന്നെങ്കിലും പറയാം. അപ്പൊ ഈ എസ്പെഷ്യലി ഇപ്പോൾ ഷൂട്ടിന്റെ ഇടയിൽ ഇതുപോലെ ഒരു പഞ്ചൊന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് ആക്ടറിനെ ഇപ്പൊ അവരൊക്കെ ചിലപ്പോൾ ഇപ്പൊ പെപ്പയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഇതിനു വേണ്ടി ട്രെയിനിങ് എടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്, ബേസിക്കലി മുമ്പ് മുതൽ പരിചയമുള്ള ഒരാളല്ല. അപ്പൊ ചിലപ്പോൾ ഒരു പഞ്ച് മാറി ഇടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചെറിയ പ്രശ്നമാണ്. കിട്ടിയിട്ടുണ്ടോ? പെപ്പച്ചേട്ടൻ തന്നെ പറയാറുണ്ട്. പെപ്പച്ചേട്ടൻ തന്നെ 2-3 വട്ടം കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഞാൻ കണ്ടു, മറ്റേ ഇടി കരഞ്ഞു എന്ന് പറഞ്ഞ തൃശ്ശൂർ പയ്യന്റെ ഇത് കൂടെ ചെയ്തോണ്ട സമയത്താണ് കിട്ടുന്നത്. അപ്പൊ ഞാനത് കരയുന്നല്ലത് സംഭവിച്ചാല് നമ്മള് പെട്ടെന്ന് കണ്ണിന്ന് റിയാക്ഷൻ അത് സംഭവം. ഇടി ബോക്സിംഗിൽ ഇടി കിട്ടുമ്പോ നമുക്ക് ആ ഗ്ലൗ കൊണ്ട് ഇടി കിട്ടുമ്പോ വെച്ചാൽ നമുക്ക് വേദന അല്ല, ഒരു പെരുപ്പ്, അങ്ങനെ തലയ്ക്കൊരു ഇങ്ങനെ ഒരു പെരുപ്പ വരുന്നത്. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ഇപ്പോഴൊന്നും വേദന ഒന്നും അറിയില്ല, ഇതിന്റെ ചതവും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ, അത് ആ ഒരു വേദന മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഞാനിതിൽ ചോദിക്കാനുള്ള ഒരു റീസൺ കൂടെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീഡ് മൂവിയുടെ ഒരു പഴയൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പോൾ 3rd പാർട്ടിന്റെ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു സീനുണ്ട്, അതായത് ഒരു ആക്ഷൻ സീനിന് വേണ്ടിയിട്ട് ഒരു നോക്കൗട്ട് ആവുന്ന സീനാണ്. ആ നോക്കൗട്ട് ആവുന്ന സീനിൽ ആക്ച്വലി ഇത് എങ്ങനെ ചെയ്തിട്ട് അവർക്ക് ശരിയാവുന്നതാണ് ആ ഒരു പഞ്ച് ഇടണം. കാരണം ഇടി കൊള്ളുന്ന ആൾക്കും നമുക്ക് കാണുന്നവർക്ക് ശരിക്കും അവൻ നോക്കൗട്ട് ആയെന്നുള്ളൊരു ഫീല് വരണമല്ലോ. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം അവർ തീരുമാനിച്ചത് ശരിക്കും ആ ഒരു പഞ്ച് എടുക്കാം, എന്നിട്ട് എന്ത് റിയാക്ഷൻ വരുന്നു എന്നുള്ളത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തപ്പോൾ ശരിക്കും ഇടിക്കുകയും ചെയ്തു, പുള്ളി നോക്കൗട്ട് ആവുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോധം പോയിട്ട് പുള്ളി ഒറ്റ വീഴ്ച പോകണം. അത് ആ ഒരു ഫീലായി ഒരു ഇതിനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ യഥാർത്ഥത്തില് അത്രയും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. കാര്യം വെച്ചാൽ ഇവര് രണ്ടുപേരും തമ്മിൽ ഇടിക്കുന്നുണ്ട്. ചില ഒരുപാട് പവർ യൂസ് ചെയ്യാതെ. ഇതിനകത്ത് സത്യം പറഞ്ഞാല് ഈ പഞ്ചുകളെല്ലാം ഇടിക്കുന്ന പഞ്ചുകൾ തന്നെ, ഇങ്ങനെ കാണിക്കുന്നതല്ല, എല്ലാം ഇടിക്കുന്നുണ്ട്. പവർ കുറച്ച് രണ്ടുപേരും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ. ഇപ്പം ചേട്ടന് ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ആ പഞ്ചിന്റെ ആ ഡെലിവറി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം മറ്റേ നമ്മളെ വില്ലനായാലും പുള്ളിക്ക് നല്ല രീതിയിൽ ഇടിക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് അറിയാം ഒരു പഞ്ചിന് എത്ര ഫോഴ്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനനുസരിച്ച് ഇവർ ആ ഫോഴ്സ് കുറച്ച് അത് പഞ്ചിടിച്ച് തന്നെ ചെയ്തത്. പിന്നെ അത്യാവശ്യം ഇടിക്കേണ്ട, ഇപ്പൊ ക്ലോസിൽ ഇടിക്കേണ്ട സാധനത്തിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചു കൊടുക്കും. അപ്പൊ അതനുസരിച്ച് പിന്നെ രണ്ടുപേരും അഭിനയിക്കാൻ അറിയുന്ന ആളുള്ളതുകൊണ്ട് കുഴപ്പമില്ലേ? ഓക്കെ. പക്ഷെ ഞാൻ ആലോചിച്ചത് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വലിയ ടാസ്കും കൂടെ ആണ്. പിന്നെ എനിക്കിപ്പോ ഞാനും പെപ്പച്ചേട്ടനും തമ്മിൽ ഒരു സ്പാർ സെഷൻ ഉണ്ട് ആ സിനിമയിൽ തന്നെ. അപ്പൊ അതിനകത്ത് എനിക്ക് അതിന്റെ സൈഡിൽ റിങ്ങിൽ ഇടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ആദ്യം ഞാൻ ചേട്ടൻ ഇടിക്കുന്ന രീതിയിലായിരുന്നു, അങ്ങോട്ട് ഇടിക്കുന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ബോക്സിംഗ് ഒക്കെ നല്ല രീതിയിലായി വരുന്നു. അത് വരുമ്പോഴത്തേക്കും പുള്ളി തിരിച്ചിടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവന് ചേട്ടാ ഇടി കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല, നമ്മൾ ബോക്സിങ് ചെയ്യുന്ന അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഇടിക്കുമ്പോഴും ഇപ്പൊ ഞാൻ ആ സീനിലൊക്കെ അങ്ങോട്ട് ഇടിക്കുമ്പോൾ പോലും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിക്കാറുള്ളൂ. കാര്യം എനിക്ക് എന്റെ കൈയുടെ ഹാൻഡ് പവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. പുള്ളിക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം പുള്ളി ഒരു ബോക്സർ അല്ല, പുള്ളി ബോക്സിംഗ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ ഒരു പ്രൊഫഷണൽ ഒരു ബോക്സിംഗ് റിങ്ങിൽ കളിക്കുന്നവരൊക്കെ അതിന്റെ ഒരു മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ഇത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണം കേട്ടോ. കാരണം ഈ ടെമ്പർ നമുക്ക് ചില സമയത്തെ അറിയാതെ ഒരു ഇടി ഇട്ട് കഴിയുമ്പോൾ മനുഷ്യനല്ലേ, അപ്പം ഈ ചില സമയത്ത് നമുക്ക് കാണുമല്ലോ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ചിലപ്പോൾ അറിയാതെ നമ്മൾ ഇടിച്ചു പോകില്ലേ? അത് ബോക്സിംഗ് ചെയ്ത് അതാണ് ഈ നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ അല്ലേ? ഞാനിപ്പോ എന്റെ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന പിള്ളേർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. നമ്മള് റിങ്ങിൽ കളിക്കുമ്പോൾ ഞാൻ റിങ്ങിലാണ് നിൽക്കുന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിൽ വേണം. ചുമ്മാ നമ്മൾ ഇടിക്കാൻ വന്ന ആളല്ല. ഞാൻ അവന്മാർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ജയിക്കാൻ വേണ്ടി ഇടിക്കുക. ഓക്കെ, അവനെ ഇടിക്കണം, അവനങ്ങ് തോപ്പിക്കണം എന്നുള്ള മനസ്സ് വെച്ച് ഇടിക്കാതെ ഞാൻ ഇറങ്ങി കയറിയത് എനിക്ക് ജയിക്കാനാ, അതിനുവേണ്ടി ഇടിക്കുക. തനിയെ നമുക്ക് റിസൾട്ട് നമ്മൾ
എങ്ങനെയുണ്ട് പെപ്പെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് നിങ്ങൾ പടത്തിൽ വരുന്നതിന് ആ സമയത്ത് തന്നെ അറിഞ്ഞു കാണുമല്ലോ പെപ്പയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ പെപ്പയ്ക്ക് ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, നല്ല നാട്ടിൻ ഇടിക്കാരനാണെന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഇമേജ് ആക്ച്വലി അതിൽ ബിൽഡ് ചെയ്തെടുക്കാൻ, പിന്നെയുള്ളത് ബോക്സിംഗ് പഠിപ്പിക്കുക, ബാക്കി സംഭവങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പെപ്പെ ആയിട്ടുള്ള ഒരു ജേണി? നല്ല അടിപൊളിയാണ്. പുള്ളി എന്ന് വെച്ചാല് ഒരു എന്താ പറയാ, പുള്ളി ഓക്കെ ആണ്, പുള്ളി വെച്ചാല് സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. പുള്ളി ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഡയറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഷൂട്ട് സമയത്ത് തന്നെ പുള്ളിക്ക് ഡയറ്റ്, പുള്ളി ആ സമയത്ത് ഡയറ്റിലാണ്. അതുകൂടാതെ പുള്ളി രാവിലെ ജിമ്മിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ബോക്സിംഗ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഷൂട്ടിനിടയ്ക്ക് ഉച്ചക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് ബോക്സിംഗ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല പണി എടുക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മള് ക്ലൈമാക്സ് ഷൂട്ടിന് മുമ്പ് കുറച്ച് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പുള്ളി ട്രാൻസ്ഫോർമേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു ബ്രേക്കും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ ബോഡി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു നമുക്ക് ആ ജേണിയിൽ, സിനിമയുടെ ജേണിയിൽ പുള്ളി ട്രാൻസ്ഫോം ആയി എന്ന് ജനങ്ങൾക്ക് കാണണമല്ലോ. അപ്പൊ അതിനും കൂടെ വേണ്ടി നമ്മൾ കുറച്ച് ടൈമും കൂടെ എടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി അറിയാതെ അങ്ങനെ നമുക്കൊരു ഇടി തന്നിട്ടുണ്ടെന്ന് പുള്ളിക്ക് ഫീൽ ആയി കഴിഞ്ഞാല് പുള്ളി ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുക. പുള്ളി നമ്മള് സിനിമ കണ്ടൊരു പെപ്പല്ല യഥാർത്ഥത്തിൽ കാണുക. അത്രയും മറ്റേ ഇടികിടി എന്ന് പറയുന്ന മനുഷ്യനല്ല, ആളൊരു പാവമാണ്. ആള് നല്ല പാവാണ്, നല്ല കൂട്ടാണ്. ഞങ്ങമാലിക്കാർക്ക് ഭയങ്കര സ്നേഹം അറിയൂടാ, പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി അവരൊരു ടോൺ ഉണ്ടല്ലോ സംസാരിക്കുന്ന, വേറെ രീതിന്റെ ആ ടോണിൽ എന്നടാ സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സംസാരിക്കുകയും ചെയ്യും. പുള്ളി അടിപൊളിയാണ്. ഇപ്പൊ ഗോവിന്ദുമായിട്ട് വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഗോവിന്ദ് വിഷ്ണു എന്ന് പറയുന്ന ഡയറക്ടർ ഒരു പുതിയ ഡയറക്ടറാണ്. ആൻഡ് ഇപ്പൊ എനിക്കറിയാം, ഇപ്പം എസ്പെഷ്യലി നമുക്ക് അറിയാവുന്ന ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ബ്രോയ്ക്ക് ഇത്രയും സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഗോവിന്ദുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? യഥാർത്ഥത്തിൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞ ഒരാൾക്ക് ഇത്രയും സിനിമയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ആദ്യത്തെ സിനിമയിൽ ഇപ്പൊ എല്ലാവരും സിനിമകൾ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ സിനിമയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നൊരു ചിന്ത ഒരിക്കലും എനിക്കില്ലായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് സാധിച്ചത് നമ്മുടെ ഗോവിന്ദേട്ടൻ, റൈറ്റർ ദീപു ചേട്ടൻ, സിനിമാറ്റോഗ്രാഫർ ചാലു ചേട്ടൻ, ഇവരെല്ലാവരും എനിക്ക് നല്ല രീതിയിൽ എന്റെ കൂടെ സപ്പോർട്ട് ഉണ്ട്. അവർക്ക് അവരെന്ത് ചോദിച്ചാലും ഞാൻ മറുപടി ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കും, ഇവിടെ ആ പഞ്ചസിന് ഇങ്ങനെയാണോ പേര് പറയുന്നത്, അല്ലെങ്കിൽ ഈ പഞ്ചസ് ഇങ്ങനെയാണോ. ഇപ്പൊ ഇവര് ബോക്സിങ്ങിന്റെ എന്ത് കാര്യമായാലും എന്നെ എത്ര രാത്രിയായാലും വിളിച്ച് ചോദിക്കും. അപ്പൊ അതിന് ഞാൻ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ അസിസ്റ്റന്റ് ഡയറക്ടർമാര്, ഞാനവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്ന് വെച്ചാല് അത് ഗോവിന്ദന്റെ ഇടയ്ക്കൂടെ പറയുകയും ചെയ്യും. വെച്ചാല് അവിടെ ഇപ്പൊ ബോക്സിങ്ങിന് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും വിളിക്കും, നൗഫറെ ഇപ്പൊ വിളിക്കും. അപ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് ഈ ക്ലൈമാക്സ് ഷൂട്ട് സമയത്ത് തൃപ്രയാറാണ് ഷൂട്ട് ചെയ്തത്. ഫുള്ള് ക്രൗഡൊക്കെ ഉണ്ട്. അപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്തൊരു സാധനം കാണിച്ചു കൊടുക്കണമെങ്കിൽ റിങ്ങിനകത്ത് കയറി ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയും, ഇപ്പൊ ഞാൻ കയറിയിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇപ്പൊ ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത്, അവര് ഇവിടെ ഇടിക്കാൻ പോകുന്നത്, അപ്പൊ എല്ലാരും ഇന്ന പഞ്ച വീഴാൻ പോകുന്നത്, അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്യണം. ഇതില് പറയണ പോലെ ദാവീദില് എന്റെ റോൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരിക്കുമല്ലോ. അപ്പൊ അതെ എന്നുവെച്ചാല് ആ ഒരു ഫുൾ ക്രൂവും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ ഒരാള് അഭിനയിച്ചിട്ട് തിരിച്ചു പോരുന്ന രീതിയിലല്ല. മാത്രമല്ല അതിന്റെ ഈ 74 ദിവസത്തെ ഷൂട്ടില് ഏകദേശം ഒരു 60 ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വില്ലൻ? ഓൾറെഡി ഇപ്പൊ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നാലും പുള്ളിയായിട്ട് എനിക്ക് തോന്നുന്നു ബോക്സിങ്ങിന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് അധികം പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കാരണം ഒന്നാമത് പുള്ളി ഈജിപ്റ്റ് ആണ്, അപ്പൊ ഭാഷ കുറച്ച് ഇംഗ്ലീഷിലായിരിക്കും കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയായിട്ടുള്ള ഒരു റാപ്പൊക്കെ? പുള്ളി ആദ്യം പുള്ളിയെടുത്ത് സംസാരിക്കാനായത് നമുക്കൊരു മടിയായിരുന്നു. പുള്ളി ലാംഗ്വേജ് പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ബാക്ക് അടിച്ച് നിന്നത്. പുള്ളിയായിട്ട് എന്നോട് ഇങ്ങോട്ട് ഒന്ന് ആദ്യം സംസാരിച്ച് കൂട്ടാവുന്ന, അങ്ങനെ ഗോവിന്ദേട്ടൻ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു, ബോക്സറാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ പുള്ളി സംസാരമായി. പിന്നെ ഓടി എന്നെ ബ്രദറാന്ന് പറഞ്ഞ, ഞങ്ങള് ഇപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന വഴിക്ക് എന്റെ വീട് വഴിയൊക്കെ വന്നായിരുന്നു എല്ലാവരും. പുള്ളി ഒരു ഭയങ്കര കമ്പനി. ഇപ്പൊ പുള്ളി വെച്ച് പറയുന്നത് രണ്ടമ്മമാരിലുണ്ടായ ഒരു ബ്രദറാണ് പുള്ളി പറയുന്നത്. എല്ലായിടത്തും പുള്ളി അങ്ങനെ പറയുന്നത്. ഭയങ്കര നാട്ടിൽ പോയാലും മെസ്സേജ് അയക്കും, ലീവ് വരുന്നതിന് മുമ്പ് വിളിക്കും, ഞാൻ വരുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ ഭയങ്കര വേറെ കാര്യം കൂടെ കേട്ടല്ലോ, ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. അത് സംഭവം വെച്ചാല് പുള്ളി ഇങ്ങനെ എനിക്കൊരു അവിടുത്തെ ഒരു പഴയ ഒരു ഫൈറ്റ് സിനിമയിൽ ഒരു ക്യാരക്ടർ എനിക്ക് കാണിച്ചു തന്നു, ബോളോയങ് എന്ന് പറഞ്ഞത്. ബോളോയങ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ
ഈ പുള്ളിയുടെ ഒരു ഫേസ് കട്ട് എനിക്കുണ്ട്, ഒരു ബോഡി ലാംഗ്വേജും ഫേസ് കട്ട് കറക്റ്റ് മുടിയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ തല റിബണൊക്കെ ഇട്ടിട്ട് ഒരു അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പം പുള്ളിയുടെ ഒരു ഫേസ് കട്ട് എനിക്കുണ്ട്. അപ്പൊ പുള്ളിയെ അതുപോലത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സീരീസ് പോലെ ഒരു സാധനം ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പം എന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആദ്യം പുള്ളി ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞ കൂടെ ചുമ്മാ പറഞ്ഞതായിരിക്കും വിചാരിച്ചു. അപ്പൊ ഗോവിന്ദേട്ട ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിടാ നിന്നെ ഈജിപ്റ്റ് കൊണ്ടുപോകാൻ പോലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിന്, പാസ്പോർട്ട് ഒക്കെ ഉണ്ടോ? എന്നോട് ഓൾറെഡി പുള്ളി ചോദിച്ചു പാസ്പോർട്ടൊക്കെ ഉണ്ടോ ചോദിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞ പാസ്പോർട്ടൊക്കെ ഉണ്ട്, ഞാൻ ഉറപ്പായിട്ടും വിളിക്കും, നീ കള്ളം പറയാല്ല എന്നൊക്കെ പറഞ്ഞു. ഗോവിന്ദേട്ട പറഞ്ഞു എടാ നിനക്ക്, ഞാൻ പറഞ്ഞിട്ട് എന്റെ അടുത്തും പറഞ്ഞായിരുന്നു. പറഞ്ഞു ആ സത്യമാണ്. ഞാൻ ഓക്കെ നമുക്ക് നോക്കാം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ സിനിമയുടെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു, സിനിമയിലെ കുറച്ച് സംഭവങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ എന്നാലും ഈ ബോക്സിംഗിലേക്ക് എങ്ങനെയാ ബ്രോ എത്തിപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ നമുക്ക് ഇതിനോട് എന്തെങ്കിലും ഒരു താല്പര്യമൊക്കെ വരണമല്ലോ. ഞാൻ എന്റെ ചേട്ടൻ ഫുട്ബോളിൽ നാഷണൽ പ്ലെയറാണ്, പേര് നൗഷർ ഖാൻ എന്ന് പറയും. അവൻ കൊല്ലത്തും സായിലായിരുന്നു, കൊല്ലം സായി നിന്ന് പിന്നെ അതിനുശേഷം ജീവിരാജിലായിരുന്നു, 10th ഒക്കെ ജീവിരാജിലായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 എല്ലാം ഫുട്ബോൾ അക്കാഡമി, എറണാകുളത്ത് ഫുട്ബോൾ അക്കാഡമിയിലായിരുന്നു. അപ്പം ഇവൻ സായിലായിരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് വാപ്പ പഴയ കബഡി പ്ലെയറാണ്. മൊത്തത്തില് സ്പോർട്സ് ആൾക്കാരാ. അപ്പം വാപ്പ കുഞ്ഞുനാള് പോലെ വാപ്പ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ആക്റ്റീവാ. ഇവ ചേട്ടൻ ഫുട്ബോളിന് പോകുന്നതുകൊണ്ട് എനിക്കും ഫുട്ബോളിന് പോകണം ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിൽ കിടന്ന് വേളം വെച്ച് അങ്ങനെ എനിക്കൊരു ബൂട്ടൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെ വാപ്പ കൊണ്ടുപോയി. അപ്പം അന്ന് വാപ്പ സാമ്പത്തിക അപ്പം എങ്കിലും എവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ച് എനിക്ക് ബൂട്ട് വാങ്ങിച്ചു തന്നത്. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഒരു വിധത്തില് വാള് തട്ടാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു ഒരാഴ്ച പോയി, എനിക്ക് ഒട്ടും എല്ലാരും വാള് തട്ടുന്നത്, ഞാൻ വാള് തട്ടുമ്പോ അങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവം അറിയില്ല. അങ്ങനെ ഈ സമയത്ത് ഞാൻ വാപ്പാട് തോന്നി എനിക്ക് ഫുട്ബോൾ പറ്റത്തില്ല. അപ്പൊ ഞാനൊന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക, ഫുട്ബോൾ പറ്റത്തില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന്. അങ്ങനെ സമയത്ത് ഒരു ദിവസം ഞാൻ അങ്ങനെ ഇവര് ചേട്ടൻ സായിൽ എന്നും ട്രെയിനിങ് ഉണ്ടോ, വൈകിട്ട് ട്രെയിനിങ് കാണും. അപ്പൊ ഞാൻ ഇത് കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ പോകും. അപ്പൊ ഞാനിങ്ങനെ ബാഗ് തൂക്കിയാണ് നടക്കുമായിരുന്നു. അപ്പൊ ഈ സായില് ഒരു ഹോളിനകത്താ എപ്പോഴും ബോക്സിംഗ് ട്രെയിനിങ് നടക്കുന്നത്. അപ്പൊ അന്ന് അവിടെ എന്തൊരു ഹോളിന് എന്തൊരു വർക്ക് കിടക്കുന്ന കാരണം വെളിയിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവര് ഒരു സ്പാറിംഗ് സെക്ഷൻ ആയിരുന്നു വെളിയിൽ വെച്ച് നടക്കുന്നത്. അപ്പം അന്ന് അവിടെ 2 കോച്ചുമാരുണ്ട്. അപ്പം ഞാൻ അന്ന് കണ്ട കോച്ച് എന്ന് പറഞ്ഞാൽ SK പാൽ എന്ന് പറയുന്നൊരു കോച്ചാണ്. പുള്ളി കാൺപൂരുകാരനാണ്, പുള്ളി ഇന്ത്യൻ കോച്ചൊക്കെയാണ്. അപ്പൊ പുള്ളി ഹിന്ദിക്കാരനാണ്. അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഇവര് സ്പാറിങ് ചെയ്യുന്നത്, ഞാൻ ബാഗ് തൂക്കി നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് തമിഴ് അറിയാം. പിന്നെ പുള്ളിയുടെ അടുത്ത് തമ്പി ബോക്സിങ്ങിന് വരികയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വരുന്നത്. അപ്പൊ പറഞ്ഞ് വീട്ടിൽ പോയി ചോദിച്ചിട്ട് വാ വരുന്നല്ല. അങ്ങനെ ഞാൻ വാപ്പാടത്ത് പറഞ്ഞു എനിക്ക് ബോക്സിങ്ങിന് പോകണം, സാറ് വിളിച്ച് പോണോന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു, വേണ്ട ബോക്സിംഗ് വേണ്ട, ഇടിയൊക്കെ ഉള്ളു വേണ്ടെന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞില്ല അവന് എന്താ ഇഷ്ടം അവന് പോട്ടെ. കബഡി പ്ലെയറിന്റെ അടുത്ത് വാപ്പ എന്നെ വിളിച്ചോണ്ട് വൈകിട്ട് അവിടെ വന്നപ്പോ പുള്ളി പറഞ്ഞു അവിടെ യൂത്തിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ബോക്സിങ്ങിന്റെ YMC വെച്ചിട്ട്, അതൊന്നും കൊണ്ട് അവനെ കാണിച്ചിട്ട് അവന് പേടിയൊന്നുമില്ല, ബോക്സിങ് ഓക്കെ ആണെന്ന് അവന് തോന്നുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ 2 ദിവസം അവിടെ പോയിരുന്ന് കണ്ടോണ്ടിരുന്നു, കോമ്പറ്റീഷൻ ബോക്സിംഗ് എല്ലാം കണ്ടോണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടിക്കുന്നു പൊട്ടുന്നു കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പൊ നമ്മളെ സായിൽ അന്ന് കൊല്ലം സായി എന്ന് പറയുന്നത് ആ ഒരു സമയത്തൊക്കെ കൊല്ലം സായി ഭയങ്കര പീക്കാ. യഥാർത്ഥത്തിൽ ബോക്സിംഗില് കേരളത്തിൽ ബോക്സിംഗിന്റെ തുടക്കം കൊല്ലത്താ. അപ്പം അന്ന് ഞാൻ സായില് വരുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു 50 ഗേൾസോളം ഉണ്ട് ബോക്സിങ്ങിന് മാത്രം. അവരെല്ലാം അതിലെല്ലാം ഇന്റർനാഷണൽ പ്ലേയേഴ്സ്. മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, ബോക്സിംഗ് അധികം സ്ത്രീകൾ നമ്മുടെ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളത് പോലെ. പക്ഷെ അന്നത്തെ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. അതിന് ബോയ്സ് ആ ഒരു 15 വരെ കാണത്തുള്ളൂ, ഇത്രയും ഗേൾസ് ഉണ്ട്. അതിനകത്ത് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ മെഡലിസ്റ്റുകളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സന്തോഷം. അങ്ങനെ എന്നെ ട്രെയിനിങ് കൊണ്ടുവന്ന്. അപ്പൊ ട്രെയിനിങ് കൊണ്ടുവന്ന് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എനിക്ക് ലെഫ്റ്റ് പഞ്ച് മാത്രമേ പഠിപ്പിച്ചുള്ളൂ, ജാബ് ഇത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. തുടക്കം സബ് ജൂനിയർ ചെറിയ പ്രായം. അപ്പം അത്തോളി വെച്ചിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് സബ് ജൂനിയറിന്റെ. അപ്പം സാർ പറഞ്ഞു അവനെ ഇറക്ക്, കുഴപ്പമൊന്നുമില്ല, അവനെ അത്യാവശ്യം പഠിച്ചത് മതി, ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ വാപ്പ അവിടെ കൊണ്ടുവന്ന് കോമ്പറ്റീഷന് ഇറക്കി 2 ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ ഫൈനൽ ഞാൻ കളിച്ചത് എനിക്ക് മുമ്പത്തെ ആ വർഷം നാഷണൽസ് ഒരു പയ്യനോട്ട ഫൈനൽ കളിച്ചത്. അപ്പൊ എനിക്കന്ന് ഈ ലെഫ്റ്റ് പഞ്ച് മാത്രം അറിയാവൂ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ കോച്ചിന് പറഞ്ഞു, എല്ലാരും പറഞ്ഞു പേടിപ്പിച്ചു, ഇവൻ കഴിഞ്ഞ നാഷണൽ കളിച്ച പയ്യന ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ഇപ്പോഴും കൂടെ വരുന്നവര്. ഞാൻ കോച്ചിനത് പറഞ്ഞു ഇതണക്ക് ആറ് പറഞ്ഞു നിന്നെ ഞാൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു, നീ അതും മാത്രം ഇടിച്ചാൽ കൈ ഒതുക്കി വെച്ചേക്കാൻ പറഞ്ഞു, ഇടിക്കാൻ പറഞ്ഞു. ഞാന്
ഇടിച്ച് കയറി 3 റൗണ്ട് ഇടിച്ച് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു. അങ്ങനെ അന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ വർഷം ആദ്യമായിട്ട് നാഷണൽസ് പോകുന്നത്, സബ് ജൂനിയർ സിക്കിമിൽ വെച്ചിട്ട് സബ് ജൂനിയർ നാഷണൽസ് പോകുന്നത്. ഇത് വെച്ച് മാത്രമാണ് ഞാൻ പിടിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ആ സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റൈറ്റ് പഞ്ച് പഠിപ്പിക്കുന്നത്, ക്രോസ് പഞ്ച് പഠിപ്പിക്കുന്നത് സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ ഒരു മാസം യൂഷ്വലി അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ബേസിക് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഗാർഡ്, ബോക്സിങ്ങിന്റെ സ്റ്റെപ്പ്, മൂവ്മെന്റ് ഇതെല്ലാം പഠിപ്പിച്ച് അതിന്റെ കൂടെ മൂവ്മെന്റ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ഓരോ പഞ്ചസും പഠിപ്പിച്ചിട്ട് നമ്മൾ പഞ്ചസ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട്. സിനിമയിലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെയൊന്നും അല്ല. ബോക്സിംഗ് യഥാർത്ഥത്തിൽ ബോക്സിങ്ങിന്റെ ബേസിക് പഠിക്കാതെ ബോക്സിംഗ് ഭയങ്കര പാടാണ്. ബോക്സിംഗ് 2 സ്റ്റൈലുണ്ട്, ഒന്ന് ഓർത്തഡോക്സ് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സാധാരണ റൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകളില്ല, അവര് എപ്പോഴും ഓർത്തഡോക്സ് ആയിരിക്കും. അവിടെ ലെഫ്റ്റ് റൈറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും റൈറ്റ് ലെഗ് ബാക്കിൽ നിന്നിട്ടായിരിക്കും അവർ നിൽക്കുന്ന ഈ സ്റ്റൈലായിരിക്കും. അതിപ്പോ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ലെഫ്റ്റ് ആണ് കൂടുതലും. അപ്പൊ അങ്ങനെ ചിലവർക്ക് ഇതല്ലാത്തവരും മാറുന്നത് പഠിക്കാറുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ, ഫ്രീ ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട്. യഥാർത്ഥത്തിൽ സൗത്ത് പേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരോട് കുറച്ചുകൂടെ ഓർത്തഡോക്സ് ചെയ്യുന്നവർ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ, അവർ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യും. യൂഷ്വലി നമ്മളിതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് നല്ല പഞ്ച് പവർ ആണ്. അവരുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റാ. അപ്പൊ ഇവരുടെ മൂവ്മെന്റ് തിരിച്ചായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും ഒരു 10 ബോക്സസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരാളൊക്കെ കാണത്തുള്ളൂ സൗത്ത് പേ. അപ്പൊ ഈ ബാക്കി ഇത്രയും പേരുടെ കളിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സൗത്ത് പേരുടെ കളിക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ചെറിയൊരു അവരുടെ ചെയ്ത് ട്രെയിനിങ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സൗത്ത് പേരുടെ കളിക്കുമ്പോൾ ഒരു വ്യത്യാസം വരും. അപ്പൊ അവിടെ കോച്ചിന്റെ എന്തെങ്കിലും കഴിവ് കൊണ്ട് കോച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് മൂവ് ഇങ്ങോട്ട് മൂവ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക, ആ ഒരു വ്യത്യാസം വരും സൗത്ത് പേ. അപ്പം ഈ 2 സ്റ്റൈലാണ് ഉള്ളത്, സൗത്ത് പേ ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ റൈറ്റ് എനിക്ക് ഈ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് റൈറ്റ് പഞ്ച് പഠിപ്പിച്ചത്. 1 മാസം സമയം ഉണ്ടായിരുന്നു നേരത്തെ നാഷണൽസിന്.